അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡ് അടുക്കളയിലെ ഒരു വിശേഷമായിട്ടാണ്. കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൈൻഡർ ഉണ്ട് സ്പെഷ്യലായിട്ടുള്ള. അതേപോലെ തന്നെ നാട്ടിൽ പറമ്പിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടാലോ. ഇതാണ് നമ്മളെ സംഭവം എന്ന് പറയുന്നത്. ഇതിൽ താഴത്താണ് അരക്കൽ, അമ്മിക്കല്ല് പോലെ ആയിട്ട്. ഇത് നമ്മൾ ജസ്റ്റ് അതിലുള്ള വെള്ളമൊക്കെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ചിരട്ട എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പൊക്കിയിട്ട് എടുത്ത് വെക്കണമല്ലോ ആദ്യം അമ്മിക്കല്ല് അരച്ച് കഴിഞ്ഞിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുക. ഈ ഓട്ടയിൽ കൂടെ നമ്മളെ മറ്റേ ഇതിൻ്റെ കല്ലിൻ്റെ ഇതിട്ടിട്ട്, കല്ല് കാണുന്നില്ലേ, ഈ സാധനം ഇട്ടിട്ടാണ് ഓൺ ചെയ്യുക. അപ്പോൾ അത് ഓൺ ആയിക്കോളും. ഇതേപോലെ ഇതിൻ്റെ മുകളിൽ വേറൊരു സാധനം കൂടിയുണ്ട് നമ്മൾ ചിരകാൻ വേണ്ടിയിട്ട്. ഇതാണ് ചിരകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതും കറണ്ടിൽ തന്നെയാണ്. നമ്മൾ ഓണാക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തിരിഞ്ഞു തുടങ്ങും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതന്നല്ലോ ഉമ്മ. അപ്പോൾ ഇതിങ്ങനെ തിരിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ചിരട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ അങ്ങനെ ആക്കി കൊടുത്താൽ മതി നമുക്ക് ഫുൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ ചിരട്ട അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ തേങ്ങയ്ക്ക് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പാത്രമുണ്ട്. പെട്ടെന്ന് ചിരകി കിട്ടുകയും ചെയ്യും. ചിരക്കുന്ന ഒരു പണി തന്നെയല്ല. അപ്പോൾ ഇതാണ് കാസർഗോഡത്തെ പ്രത്യേക തരം കറണ്ടിൽ പ്രവർത്തിക്കുന്ന എന്താ പറയുക ഗ്രൈൻഡർ എന്നൊക്കെ പറയും. ഇത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ആവുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ സാധാരണ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ പഴയ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ളത് വാങ്ങിക്കാറ്. ഇതും നല്ല എളുപ്പം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ കശുവണ്ടിൻ്റെ മരം കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് കശുവണ്ടിൻ്റെ തൈ എന്ന് പറയുന്നത്. ഇതിൽ കണ്ടില്ല, ആദ്യം ഇത് ചെറുത് ആവാൻ തുടങ്ങിയിട്ട് തന്നെ ഉള്ളൂ. അതേപോലത്തെ സൈസിലുള്ള കശുവണ്ടിയാണ് ഇതിപ്പോൾ കാണുന്നത്. ഇനി ബാക്കി വലുതും ഓരോ സൈസിലുള്ള കാണിച്ചുതരാം. അപ്പുറത്തുണ്ട്. ഇതിപ്പോൾ കുറച്ച് അത്യാവശ്യം വലുതായത്. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ കണ്ടില്ല, അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഇതും പഴുത്തിട്ടില്ല കേട്ടോ, അത് പഴുക്കാനായതാണ്. ഇതിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ. ഇനി പഴുത്തതും കൂടി കാണിച്ചു തരാം. പഴുത്ത പഴം ഉണ്ട് ഇതിൽ, ഇതാ കണ്ടില്ലേ, നല്ല പഴുത്തതാണ്. ഇതിപ്പോൾ മഞ്ഞ കളറിലുള്ള പഴമാണ്. ഇതേപോലെ തന്നെ ഇവിടെ കുറേ മരങ്ങളുണ്ട്, ഇഷ്ടംപോലെ മരമുണ്ട്. അപ്പോൾ ചുവന്ന കളറിലും വേറെ കളറിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് പണ്ടൊക്കെ നമ്മൾ മുറിച്ചിട്ട് ഇതേപോലെ പഴമായിട്ട് തന്നെ ഇതേപോലെ കഴിക്കും, അല്ലാതെ മുറിച്ചിട്ട് ഉപ്പിട്ടിട്ടും നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇപ്പം അങ്ങനെ കഴിക്കലൊന്നുമില്ല കുറേ കാലമായി. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കശുവണ്ടിയാണല്ലോ ഉണ്ടാവുക. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കശുവണ്ടി, അതായത് ഇതിൻ്റെ പരിപ്പ് എടുത്തിട്ട് പണ്ട് ഉമ്മാമയൊക്കെ തോരൻ വെക്കാറുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് അതിൻ്റെ തോരന്. പിന്നെ അതേപോലെ ഇത് ചുട്ടിട്ട് കഴിക്കാറും ഉണ്ട്. പിന്നെ ഇപ്പോൾ സൈഡിൽ കുറേ സാധനങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിച്ചിട്ടൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് മാവ് കേട്ടോ. ഇതിപ്പോൾ നട്ടിട്ടേ ഉള്ളൂ, കുറേ കാലം പിടിക്കും വലുതായി വരാൻ വേണ്ടിയിട്ട്, സൈഡിലൊക്കെ ഒന്ന് വലുതാകാൻ വേണ്ടി. പിന്നെ ഇത് പ്ലാവാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അടുത്തടുത്താണുള്ളത്. പിന്നെ കുറച്ചൊക്കെ വലുതായിട്ട് വേണമെങ്കിൽ മാറ്റി നടാമല്ലോ. അതേപോലെ ഇത് കറിവേപ്പിൻ്റെ ഇല. ഇത് അധികം വെയിൽ കൂടുതൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓല വെച്ചിട്ട് മറച്ചു വെച്ചിട്ടുള്ളത്. ഇത് മറ്റേ നമ്മളെ ശീമച്ചക്ക എന്ന് പറയില്ല, ചെറിയ ചക്ക കറിയൊക്കെ വെക്കണം, തോരൻ വെക്കണം, അതിൻ്റെതാണ്. എനിക്ക് സത്യമായിട്ട് ഇത് കണ്ടിട്ട് മനസ്സിലായില്ല, ഞാൻ ഉപ്പനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്, മുരിങ്ങൻ്റെത്. ഇത് കുറ്റിമുരിങ്ങ എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചെടി നട്ട് കഴിഞ്ഞിട്ട് 6 മാസം കൊണ്ട് തന്നെ എന്താവും, ഇത് വളർന്നിട്ട് ഇതിൽ മുരിങ്ങാക്കോല് നമുക്ക് കിട്ടാൻ തുടങ്ങും. പക്ഷെ 30 കിലോ മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചത്തുപോകും, അങ്ങനെയാണ് പറഞ്ഞത്. മറ്റേ മുരിങ്ങയാകുമ്പോൾ കുറേ കാലം പിടിക്കല്ലോ. ഇതിപ്പോൾ ചിക്കുവിൻ്റെ തൈയും കൂടി ഉണ്ട്. ഇതൊക്കെ ചെറുത് ഇപ്പോൾ നമ്മൾ നട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ശരിക്കും വലിയതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. തറവാടിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. അതേപോലെ ഉണ്ട്. ഇനിയിപ്പോൾ അത് ഒന്നും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പേരക്കൻ്റെ മരമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇതിൽ പേരക്ക ഉണ്ട്, പഴുത്തതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ക്യാമറയിൽ അങ്ങനെയാണ്, നമ്മൾ ചില സംഭവങ്ങൾ ക്യാമറയിൽ പിടിക്കാൻ നോക്കിയാൽ കിട്ടില്ല, കറക്റ്റായിട്ട് കാണുന്നില്ല. നോക്കട്ടെ കേട്ടോ. അതവിടെ 2 പേരക്ക ഉണ്ട്. പക്ഷെ പച്ചയാണ്, പഴുത്തതല്ല. പഴുത്തതുണ്ടായിരുന്നു, ഞങ്ങൾ 2-3 കഴിച്ചു, വെജുമൊക്കെ കഴിച്ചു. ബാക്കി ഇനിയിപ്പോൾ ചക്കപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ഫുൾ ചക്കപ്പഴം ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഞാൻ കഴിച്ചു തീർത്തു. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതേപോലത്തെ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് നാടനായിട്ട് നമുക്ക് ചക്ക, ചക്കപ്പഴം, ചാമ്പക്ക, അതേപോലെ മാതള നാരങ്ങ, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചാൽ പോലും കിട്ടൂലല്ലോ, അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴമായിരുന്നു.
ഇവിടെതാ